വാർത്താ നേരം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് മന്ദഗതിയിൽ. അവസാന മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 10.82% പോളിംഗ്. കൂടുതൽ പോളിംഗ് ബംഗാളിൽ 16.54%. ഡൽഹിയിലും കുറഞ്ഞ പോളിംഗ്. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമല്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ്. മത്സ്യങ്ങൾ ചാവാൻ കാരണം പുഴയിലെ ഓക്സിജൻ കുറഞ്ഞത്. കെട്ടിക്കിടന്ന വെള്ളവും ഷട്ടറുകൾ പെട്ടെന്ന് തുറന്നതും പ്രതിസന്ധിയായെന്ന് റിപ്പോർട്ട്. കുരുതിയിൽ ഏരൂരിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റം. ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയേക്കും. നീക്കം മദ്യനയത്തിലെ കോഴാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. ബാർ കോഴാരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തുടക്കമാകുന്നു. പ്രതിഷേധത്തിന് രൂപം നൽകാൻ ഇന്ന് UDF യോഗം. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിനിരയായ എൻഡോസൾഫാൻ ബാധിതയ്ക്ക് സഹായം. ലക്ഷ്മിക്ക് 1 ലക്ഷം രൂപ കൈമാറി സൊസൈറ്റി. നടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. പത്തനംതിട്ടയിൽ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറി. കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകൾ തുറക്കും. പന്തീരങ്കാവ് നവവധു വധശ്രമ കേസിൽ പ്രതിയെ സഹായിച്ച പോലീസുകാരൻ ഒളിവിൽ. ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല. വ്യക്തിഹത്യക്കെതിരെ പരാതി നൽകി രാഹുലിന്റെ അമ്മയും സഹോദരിയും. അവയവക്കടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് ഇടത്തല സ്വദേശി സജിത് ശ്യാം. മുഖ്യ സൂത്രധാരന്മാരുടെ അക്കൗണ്ടിലേക്ക് സജിത് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടുകൾ. തൃശൂരും പാലക്കാടും ഹൈദരാബാദും കേന്ദ്രീകരിച്ച അന്വേഷണം. വിശദാംശങ്ങളിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള 6ാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. ഡൽഹി അടക്കം 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 58 മണ്ഡലങ്ങളാണ് വിധിയെഴുത്ത്. ഇമ്മണിക്കൂറിലെ വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, പൊതുവെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്.